ഭൂമി തർക്കത്തെ തുടർന്ന് മലയോര ഹൈവേയുടെ നിർമ്മാണം തടസ്സപ്പെട്ട ഭാഗങ്ങൾ താലൂക്ക് സർവേ ഉദ്യോഗസ്ഥരെത്തി അളന്നു തിട്ടപ്പെടുത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർവേ നടത്തിയത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പാലക്കടയിലും പള്ളിക്കവലയിലുമാണ് സ്വകാര്യ വ്യക്തികൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയതിനെ തുടർന്ന് കുട്ടിക്കാനം പുളിയമല മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത്. പള്ളിക്കവലയിൽ 50 മീറ്റർ ഭാഗത്തെയും പാലക്കടയിൽ 200 മീറ്റർ ഭാഗത്തെയും നിർമ്മാണമാണ് തടസ്സപ്പെട്ടത്. ഇരുഭാഗങ്ങളിലും സ്ഥലം വിട്ടുനൽകുന്നതിലെ തർക്കമാണ് കാരണം. 15 മീറ്റർ വീതിയിൽ റോഡ് പുറമ്പോക്കുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിനാണ് താലൂക്ക് സർവേയറെ നിയോഗിച്ചത്. ഹൈവേയുടെ ഭാഗമായി നമ്മുടെ കാഞ്ചിയാർ പള്ളിക്കോല മുതൽ മുഴൽപ്പാലം വരെ നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളാണ് നമ്മുടെ താലൂക്ക് ഓഫീസിലും അതുപോലെ തന്നെ കളക്ടറുടെ പേരിലും എല്ലാം ഒരുപാട് കേസുകളും ഒക്കെ നടന്നു വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം ചേരുകയും ആ സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കളക്ടർ എത്രയും പെട്ടെന്ന് തന്നെ താലൂക്ക് സർവേയറെ ഇവിടെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ, അവരുടെ സർവേ നടപടികൾ ഇപ്പോൾ കാഞ്ചിയാർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തർക്കസ്ഥലത്തെ സർവേ പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്നാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതീക്ഷ. 2ാം റീച്ചിൽ നിർമ്മാണം തുടങ്ങിയപ്പോൾ പാലക്കടയിലെ പാലം ഉൾപ്പെടെ പൊളിച്ച് വീതി കൂട്ടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കവെയാണ് സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയത്. ഇതിനെതിരെ വലിയ ജനകീയ പ്രതിഷേധവുമുണ്ടായിരുന്നു. താലൂക്ക് സർവേയർ അജയ്കുമാർ, റിട്ടയർഡ് താലൂക്ക് സർവേയർ സി മണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥല പരിശോധന. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.